നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആശുപത്രികളെയും ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ വകുപ്പിനെയും മെനക്കെടുത്താതെ എഴുന്നേറ്റ് പോ പെണ്ണുപിള്ളയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കടിച്ചു കീറി ജനങ്ങൾ. നാടകം പൊളിഞ്ഞു. പിന്നെയും സെറ്റിട്ട് അവിടെ കിടക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നോട്ടുമാലയും നാരങ്ങാമാലയും അല്ല അഭിനയത്തിന് കിട്ടുന്നത്, ചെരുപ്പേറാണെന്നും ജനം കൈവയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപ് എഴുന്നേറ്റ് കുടുംബത്തേക്ക് പോകുന്നതാണ് നല്ലതെന്നും വീണ ജോർജിന് മറുപടി കൊടുക്കുകയാണ് മലയാളികൾ. അടപടലം വീണ ജോർജ് ഇപ്പോൾ എയറിലാണ്. എയറിൽ മാത്രമല്ല, വീണ ജോർജിനെ പുറത്തൊന്ന് കയ്യിൽ കിട്ടിയാൽ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും എന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ധനനഷ്ടം, മാനഹാനി, അംഗഭംഗം എന്നൊക്കെ പറയില്ലേ, ഇതാണ് വീണ ജോർജിന് സംഭവിച്ചിരിക്കുന്നത്. അതായത് ആരോഗ്യമന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം നടത്തിയതിന് വീട് കയറി കൊല്ലും തിന്നും എന്നൊക്കെയാണല്ലോ CPMകാർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വെല്ലുവിളി ഞങ്ങൾക്ക് പുല്ലാണെന്നും ഇനിയും ഞങ്ങൾ വീണ ജോർജിനെ പ്രതിഷേധിക്കും എന്നാണ് അവർ കട്ടായം പറയുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകരെല്ലാവരും കൂടി വീണ ജോർജിനെ കാണാനില്ലേ, ആരോഗ്യമന്ത്രിയെ കാണാനില്ല, ആരോഗ്യ മേഖല ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കപ്പൽ ആടി ഉലയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ ജോർജിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അടപടലം വീണ ജോർജിന് പണി കിട്ടുകയാണ്. ശരിക്കും പരിഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീണയുടെ ഇടപെടലുകൾ. മുഴുവൻ ആരോഗ്യ മേഖലയെയും അവർ മെനക്കെടുത്തുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ പോയി ഒരു പ്രതിഷേധം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയൊക്കെയോ ആജ്ഞ അനുസരിച്ച് നാടകം കളി തുടങ്ങിയതാണ്. ഒടുക്കം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടിടേണ്ടി വന്നു. അവിടെ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഒരു ഒറ്റ കിടപ്പായിരുന്നു. CPMകാർ ഒപ്പാരിയിട്ടത് ഏതാണ്ട് ആരോഗ്യമന്ത്രി മരിച്ചുപോയ എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനൊരു പഴുത് കണ്ടെത്തി ഒടുക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. ആരോഗ്യമന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടും 12 മണിക്കൂർ കാറിലിരുത്തിയാണ് ഇങ്ങ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അതായത് കുബേർ കുഞ്ചി പോലെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലിട്ടോ? ഇല്ല. അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ കുറേയധികം മെനക്കെടുത്തി. ഒന്ന് ഓർത്തു നോക്കണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ജനങ്ങൾ കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ സാധാരണ ജനങ്ങൾക്ക് പോലും ചികിത്സ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് അത്രത്തോളം ആളാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയെ അവിടേക്ക് കെട്ടി എഴുന്നള്ളിക്കുന്നത്. എന്ത് മെനക്കേടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഇതുകൊണ്ടുണ്ടായത്? ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായും അങ്ങ് ആരോഗ്യമന്ത്രി തന്നെ പരിഹാസ്യമാക്കി എന്ന് വേണം പറയാൻ. എന്നാൽ പക്ഷേ കമ്മിണിയാണല്ലോ, ഈ പാവങ്ങളുടെ പടത്തലവന്മാരാണ്, പാവങ്ങളുടെ പാർട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയി കിടക്കാൻ വയ്യ. നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് ഇവർ തന്നെ തള്ളും. പക്ഷെ ഇവർക്ക് ആർക്കും സർക്കാർ ആശുപത്രിയിൽ പോയി കിടക്കാൻ വയ്യ. വീണ ജോർജിനും അത് തന്നെയാണ് പ്രശ്നം. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊന്നും കിടക്കാൻ ആരോഗ്യമന്ത്രിയെ കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യമായിരുന്നു സർക്കാരിനോട് വെച്ചത്. ഗതികെട്ട് സർക്കാരും പാർട്ടിയും ഒരു തീരുമാനമെടുത്തു. എന്നാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പിഴിച്ചില് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്തേക്ക് കെട്ടിയെടുക്കാമെന്ന്. അങ്ങനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ കൂടി മെനക്കെടുത്തണം. അതിനാണ് ജനങ്ങൾ പറയുന്നത്, നാടകം പൊളിഞ്ഞു, സെറ്റും പൊളിച്ചുകൊണ്ടൊന്ന് പോയി തരാമോ എന്ന്. എന്നാൽ KSUക്കാർ വിടുമോ? KSUക്കാർ നാട് മുഴുവൻ ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ കാണാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു വലിയ ആരോപണം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഭരണകൂടത്തിന് നേരെയുള്ള അടിയാണ് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഒരു ചിത്രം വൈറലാക്കി വിടുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ കഴുത്തൊടിച്ചത് ആഭ്യന്തര വകുപ്പ് തന്നെയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യമന്ത്രിയെ അവിടെ ഇട്ടങ്ങ് തീർത്തോളാൻ. അതുകൊണ്ട് കഴുത്തുളുക്കി ആരോഗ്യമന്ത്രിയെ പരിയാരത്തേക്ക് കൊണ്ടുപോകാനുള്ള പരുവത്തിലാക്കിയത് പോലീസുകാരാണ്, വിജയന്റെ പോലീസാണ് എന്നുള്ള ഒരു വലിയ പരിഹാസം ഈ പറയുന്ന പ്രതിപക്ഷം പോലും ഇപ്പോൾ ഉയർത്തിവിടുകയാണ്. അതായത് അവിടെ ആ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പോലീസ് പിടിച്ചു കെട്ടുകയായിരുന്നു. KSU പ്രവർത്തകരെ അല്ല പോലീസ് തടയാനും പിടിച്ചു കെട്ടാനും ശ്രമിച്ചത്. അവർക്ക് മുൻപിലേക്ക് കടിച്ചു കീറിക്കൊണ്ട് ചെന്ന വീണ ജോർജിനെ ഒന്ന് പിടിച്ചു കെട്ടാനായിരുന്നു പോലീസ് പെടാപ്പാട് പെട്ടത്. അതിനിടയിൽ എങ്ങനെയോ കഴുത്തിനൊരു പരിക്ക് പറ്റി കാണും. എന്നാൽ പക്ഷെ അത് പോലീസുകാരുടെ പ്രവൃത്തി കൊണ്ടാണ് കഴുത്തൊടിഞ്ഞത് എന്ന് വരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. അതിനവർ ഒരു ചിത്രവും കൂടി ഉയർത്തിവിടുന്നുണ്ട്. അതായത് ആരോഗ്യമന്ത്രിയെ വനിതാ പോലീസുകാരി കഴുത്തിനിങ്ങനെ പിടിക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് ഒരു പുരുഷ പോലീസുകാരൻ ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്
പക്കാ സ്ക്രിപ്റ്റ് ആണ്, പിണറായി വിജയനാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നുള്ള വലിയ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കണ്ണൂരിലേക്ക് വീണ ജോർജിനെ ഒന്ന് കയ്യിൽ കിട്ടി, അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് കൈകാര്യം ചെയ്തു എന്ന്. അതായത് എവിടെ ചെന്നും ലേഡി പിണറായി കളിക്കുകയാണല്ലോ ഈ പറയുന്ന വീണ ജോർജ്. പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുന്നു, അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിണറായിക്കും മുകളിൽ വലിയ പിണറായി കളിക്കുകയാണ് വീണ ജോർജ്. ഇത് പിണറായിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നും വീണ ജോർജിനെ കൊണ്ട് പിണറായിക്ക് തന്നെ തലയ്ക്ക് വേദനയായിട്ടിരിക്കുകയാണെന്നും മാത്രമല്ല സഭക്കാരെ സുഖിപ്പിക്കാനായിരുന്നല്ലോ വീണ ജോർജിന് സീറ്റ് കൊടുത്തത്. അതുകൊണ്ട് ഇത്തവണ സഭക്കാർ ആവശ്യപ്പെട്ടാലും വീണ ജോർജിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി വീണയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇനി സീറ്റ് കൊടുക്കാത്തത് എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിന് പിണറായി കണ്ടെത്തിയ വഴിയാണിതെന്നും, അല്ലെങ്കിൽ പിന്നെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൂളായിട്ട് കയറിപ്പോയ വീണ ജോർജ് ഷംസീറിനെ കണ്ടതോടുകൂടി ഷംസീർ എന്തൊക്കെയോ പറയുന്നു, തൊട്ടു പിന്നാലെ കഴുത്തിന് കൈവയ്ക്കുന്നു. ഷംസീർ കഴുത്തിന് കൈവയ്ക്കാൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് വീണ ജോർജ് കഴുത്തിന് കൈ വെച്ചതെന്നും അത് കഴിഞ്ഞിട്ട് പിണറായിയാണ് വിളിച്ചതെന്നും പിണറായിയെ വിളിച്ച് ഫോൺ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്ത ദീനം കൂടി എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതായത് പിണറായി ഒരു തിരക്കഥ ഉണ്ടാക്കി വീണ ജോർജിന് സമാധി കെട്ടി എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തി കാണിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിന് നേരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയെ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ടത് മോശമായി പോയി എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ആശുപത്രിക്ക് നേരെ ഉയർന്നതോടെ ആശുപത്രി ഇപ്പോൾ ചില പ്രതികരണങ്ങളുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പുലർച്ചെ പരിയാരത്ത് നിന്ന് പുറപ്പെട്ട വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടില്ല. എവിടെ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി എന്ന് KSUക്കാർ ഇതോടെ ചോദിക്കുന്നു. യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധം ഗുരുതരമായ പരിക്കുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ്. ഇടയ്ക്ക് പത്തനംതിട്ട വീട്ടിലേക്ക് പോകുമെന്നും കോട്ടയത്ത് ഏതോ സ്വകാര്യ ആയുർവേദ ഉഴിച്ചിൽ കേന്ദ്രത്തിലേക്ക് പോകുമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ എവിടെയും മന്ത്രി എത്തിയതായിട്ട് ഒരു വിവരവും ഇതുവരെ ഇല്ലെന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിനും പാർട്ടിക്കും മറുപടി ഉണ്ടോ എന്നും ഇദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു. ആരോഗ്യമന്ത്രി എത്തുന്നതായി അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിനിടയ്ക്ക് പറഞ്ഞു. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ട്രോഫിയും മെഡിക്കൽ നെക്ക് കോളറും തപാൽ വഴി അയച്ച് നൽകി KSU വലിയൊരു പരിഹാസം നടത്തിയിരുന്നു. വായുവിൽ പരിക്കേറ്റ മികച്ച അഭിനയ മന്ത്രിക്കുള്ള അവാർഡെന്നാണ് KSUവിന്റെ പരിഹാസം ഉണ്ടായത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയുടെ നേതൃത്വത്തിലായിരുന്നു ട്രോഫി അയച്ചത്. പരിയാരത്ത് നിന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഡിസ്ചാർജ് വാങ്ങിയത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് പാർട്ടിയുടെ കോട്ടയാണ് പരിയാരം മെഡിക്കൽ കോളേജ്. പക്ഷെ അവിടെ കിടക്കാൻ ആരോഗ്യമന്ത്രിക്ക് അത്ര ഒരു ധൈര്യം പോരാ. കാരണം അവരാരെങ്കിലും തന്നെ ഒരു രക്തസാക്ഷിയാക്കണം എന്നെങ്ങാണം കരുതി കഴിഞ്ഞാൽ തീർന്നില്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജീവനം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തണമെന്നായിരുന്നു. പക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കിടക്കാൻ വയ്യ, അവിടെ നിന്ന് കോട്ടയത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള വീണ ജോർജിനെ എന്തുകൊണ്ട് കാറിൽ വിട്ടു എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉയർത്തിയിരിക്കുകയാണ്. എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കാറിൽ യാത്ര തിരിച്ചത് കണ്ണൂരിൽ നിന്ന് വിമാനം ഇല്ലാത്തതിനാലാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വെള്ളിയാഴ്ച തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വിമാനം ലഭ്യമായിരുന്നില്ല. അതിനാലാണ് യാത്ര കാറിലാക്കാൻ തീരുമാനിച്ചത്. ഗതാഗത കുരുക്കിൽപ്പെടുന്നത് ഒഴിവാക്കാനാണ് പുലർച്ചെ യാത്ര തിരിച്ചത്. പലയിടങ്ങളിലായി മന്ത്രിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ കയറി വിശ്രമിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. അതിനാൽ രാത്രിയോടെ മാത്രമാണ് വീട്ടിലെത്തുക. യാത്രാ സൗകര്യം കണക്കിലെടുത്താണ് പുലർച്ചെ ഡിസ്ചാർജ് ചെയ്തത്. രോഗിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് ഡിസ്ചാർജ് ചെയ്യാറ്. രാത്രി 12 മണിക്ക് ഉൾപ്പെടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികളെ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. പുലർച്ചെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളത് പുതിയ കാര്യമല്ല. രോഗികളെ ഏത് സമയത്തും അഡ്മിറ്റ് ചെയ്യാറുള്ളത് പോലെ ഡിസ്ചാർജും ചെയ്യും എന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ശരി, ആരോഗ്യമന്ത്രിയെ വിമാനത്തിൽ കയറ്റിവിടാൻ അവിടെ നിന്ന് ആ ദിവസം വിമാനമില്ലായിരുന്നു, സമ്മതിച്ചു. എന്തൊരു ദുഷ്ടനായ മുഖ്യമന്ത്രി എന്ന് ഇപ്പോൾ ജനങ്ങൾ വലിയ പരിഹാസം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ആംബുലൻസിൽ കിടത്തിയെങ്കിലും കൊണ്ടുവരാമായിരുന്നല്ലോ, അതും ചെയ്തില്ല. പിണറായി വല്ലാത്ത ദ്രോഹമാണ് ആരോഗ്യമന്ത്രിയോട് കാണിച്ചത് എന്നുള്ള വിമർശനം ശക്തമാകുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ശരിക്കും ഇനി പ്രതിഷേധിക്കേണ്ടത് പിണറായിക്ക് നേരെ ചെന്നിട്ടാണ് എന്നുള്ള ഒരു വലിയ പരിഹാസം ഉയരുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു നാടകം കളിക്കാൻ വീണ ജോർജിനെ പ്രേരിപ്പിച്ചത് ഈ പറയുന്ന കപ്പിത്താനാണ്. പക്ഷെ അവസാനം കപ്പൽ മുങ്ങി നാടകം പൊളിഞ്ഞപ്പോൾ കപ്പിത്താൻ ഓടി രക്ഷപ്പെട്ടു. വീണ ജോർജ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിപ്പൊക്കോളൂ, വേണമെങ്കിൽ ഊരിപ്പൊക്കോളൂ എന്നുള്ള നിലപാടാണ് പിണറായി എടുത്തിരിക്കുന്നത് എന്നുള്ള വലിയ പരിഹാസം വരുന്നു. അതുകൊണ്ട് ഡിസ്ചാർജ് വാങ്ങി എങ്ങനെയെങ്കിലും വീട്ടിലെത്തുകയാണെങ്കിൽ വീണ ജോർജ് ആദ്യം ചെയ്യേണ്ടത് ക്ലിഫ് ഹൗസിലേക്ക് ഒരു പ്രതിഷേധം അങ്ങോട്ട് നടത്തണം.
ഇതാണ് പ്രതിപക്ഷവും ഇപ്പോൾ പറയുന്നത്. ഇതിനിടയ്ക്ക് വലിയൊരു പരിഹാസമായി മാറിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു ചിത്രം പുറത്തേക്ക് വന്നതായിരുന്നു. അതായത് ഒരു നേഴ്സ് വീണ ജോർജ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വിട്ടിരുന്നല്ലോ. അതിപ്പോൾ വലിയ ട്രോളിന് വഴിവെച്ചതോടെ ഈ നേഴ്സ് ഇപ്പോൾ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അതായത് നേഴ്സിന് പണി കെട്ടി ആ ചിത്രം എടുത്തതുകൊണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ചിത്രം എടുത്തത് എന്നുള്ള ചോദ്യം പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്ന് വന്നതോടെ നേഴ്സ് പേടിച്ചുപോയി. തുടർന്നാണ് അവർ ഇപ്പോൾ മറ്റൊരു കുറിപ്പുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: എത്ര ക്രൂരമാണ് ഈ ലോകം. ഇന്നലെ രാത്രിയാണ് പ്രിയപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് വിദഗ്ധ പരിശോധനയ്ക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. MRI സ്കാൻ രാത്രി തന്നെ ചെയ്തു. കടുത്ത കഴുത്തുവേദന, ഉയർന്ന രക്തസമ്മർദ്ദം. രാത്രിയിൽ മിനിസ്റ്റർ ഭക്ഷണം കഴിച്ചില്ല. ഉറങ്ങിയത് 2 മണിക്കൂർ. കടുത്ത ശരീരവേദനയ്ക്കൊപ്പം മിനിസ്റ്റർ മാനസികമായി ഏറെ വിഷമം അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രാവിലെയും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ച് ഒരു ഇഡലി കഴിപ്പിച്ചു. ആഹാരം കൊടുത്തതിന് ശേഷം കിടത്തുന്നതിന് മുൻപ് ഞങ്ങൾ ICUവിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മിനിസ്റ്ററോട് ചോദിച്ചു. മിനിസ്റ്റർ ആകട്ടെ എന്ന് പറഞ്ഞു. മിനിസ്റ്റർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന, ശരീരത്തിനേറ്റ ക്ഷതം ഇവയൊക്കെ നേരിൽ കാണുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട മിനിസ്റ്ററോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. മിനിസ്റ്ററെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ അങ്ങനെ എടുത്തതാണ്. എൻ്റെ ഉൾപ്പെടെ പിന്തുണ അറിയിക്കൽ കൂടിയാണ്. ഞങ്ങൾക്കും കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ മിനിസ്റ്ററോട് അത്രയും അടുപ്പമുണ്ടായി. അതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുത്തത്. മിനിസ്റ്റർ അഭിനയിച്ചു, നാടകം കളിച്ചു എന്ന പ്രചാരണം മനുഷ്യത്വം ഇല്ലായ്മയാണ്. മിനിസ്റ്റർക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചാരണങ്ങളിലെ അസത്യം ഞങ്ങൾ നേരിട്ട് തിരിച്ചറിയുന്നു. ആക്ഷേപിക്കുന്നവരോട് മന്ത്രി കാനുല ഇട്ടിട്ടുണ്ട്. ഭക്ഷണ സമയം ഡിസ്കണക്ട് ചെയ്തതാണ്. സൂചി ഇട്ടിട്ടുമുണ്ട്. മുൻപ് ഇട്ടയിടത്ത് നിറം മാറ്റം ഉണ്ടായതുകൊണ്ട് കൈത്തണ്ടയുടെ താഴെ ഭാഗത്താണ് ഇട്ടത്. ഇത്ര ക്രൂരത അരുത്. ദയവായി അല്പം ദയ കാണിക്കുക. ഇതായിരുന്നു ആ നേഴ്സ് പങ്കുവച്ച കുറിപ്പ്. വീണ ജോർജിനൊപ്പം ആരോഗ്യ പ്രവർത്തകർ സെൽഫി എടുത്ത സംഭവത്തിൽ മന്ത്രിയുടെ ഓഫീസ് മെഡിക്കൽ കോളേജ് അധികൃതരോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. പിന്നാലെ ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മന്ത്രിയോടൊപ്പം ആരോഗ്യ പ്രവർത്തകർ എടുത്ത ചിത്രം കോൺഗ്രസ് സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും വിമർശനത്തിനിടയാക്കുകയും ചെയ്തു. ഇതോടെ ആരോഗ്യ പ്രവർത്തക PC സ്മിത സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തേക്ക് വന്നത്. മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ CI സുധീർ മനോഹറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. മന്ത്രിക്ക് പറ്റിയ മുറിവ് ആയുധമോ മറ്റേതെങ്കിലും കൊണ്ട് ഉണ്ടായതാണോ എന്നാണ് ചോദിച്ചറിഞ്ഞത്. പരാതി നൽകിയ മന്ത്രിയുടെ ഗൺമാൻ അഭിലാഷിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ കഴുത്തിനുണ്ടായ ക്ഷതം മർദ്ദമോ പെട്ടെന്നുള്ള ചലനമോ കൊണ്ട് സംഭവിച്ചതാകാം. ഡിസ്കിന് പ്രശ്നമുള്ളതിനാൽ ഒരാഴ്ച വിശ്രമം ആവശ്യമാണ്. എന്നാൽ ആശുപത്രിയിൽ കിടത്തിയുള്ള പരിചരണം ആവശ്യമില്ല. വീട്ടിൽ വിശ്രമിച്ചാൽ മതിയാകും. ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് കൊടുത്താണ് ഡിസ്ചാർജ് ചെയ്തത്. ഇതിനിടെ വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടായതിനാലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ തേടാൻ അനുവദിച്ചത്. പ്രശ്നമില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് പരിശോധന നടത്തിയാൽ മതിയാകും. രക്തസമ്മർദ്ദം ഉൾപ്പെടെ സാധാരണ നിലയിലായ സാഹചര്യത്തിലാണ് ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാക്കിയതെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ വീണ ജോർജിന് ഒന്നുമില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് എന്നിട്ടും വീണ ജോർജിനെ വിടാതെ കിടത്തിയിരിക്കുകയാണ് പിണറായി. ഒന്നെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കണം, അല്ലെങ്കിൽ കോട്ടയത്ത് ഉഴിച്ചിലെന്നും പറഞ്ഞ് കിടക്കണം. എന്തായാലും പാർട്ടി പറയുന്നത് വരെ, പിണറായി പറയുന്നത് വരെ കിടന്നേ പറ്റത്തുള്ളൂ. പട്ടി ഷോ കാണിക്കാൻ പോയിട്ട് 16ന്റെ പണി കിട്ടി എന്ന് പറയത്തില്ലേ, അത് ഇതാണ്.